ശ്രീ പി ജെ വിൻസെന്റ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, സെലൻസ്കിയെ സംബന്ധിച്ച് പൂർണ്ണമായും ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുക സാധ്യമായിരുന്നു? അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിൽ സെലൻസ്കിയെ ഏതെങ്കിലും തരത്തിൽ താങ്കൾ കുറ്റം കാണുന്നുണ്ടോ? യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ എന്ന് പറഞ്ഞ് ട്രംപ് ഈ വിഷയത്തിൽ നടത്തുന്ന കൈകടത്തൽ, അതിന്റെ തുടക്കം മുതൽ തന്നെ യുക്രൈനെ വിശ്വാസത്തിലെടുക്കാതുള്ളതാണ്, അവരെ പങ്കെടുപ്പിക്കാതുള്ള ചർച്ചകളാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. അതിനുശേഷവും ഏകപക്ഷീയമായ, അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങൾ അവർക്ക് മുന്നിൽ വെക്കുന്നു. ഈ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ യുക്രൈന്റെ ഭാവി കൂടി കണക്കിലെടുത്തുകൊണ്ട് സമാധാനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സെലൻസ്കിക്ക് അനുകൂലമായ നിലപാടും ഇപ്പോൾ എതിരായിട്ടുള്ള നിലപാടും രണ്ടും അമേരിക്കയുടെ സൃഷ്ടിയാണ്. അതാണ് അതിൽ പ്രധാനം. അതായത് റഷ്യൻ ഫെഡറേഷൻ എന്ന സ്വതന്ത്ര രാജ്യമായി അത് മാറിയതിനു ശേഷം റഷ്യക്ക് ചുറ്റും വർണ്ണ വിപ്ലവങ്ങൾ സ്പോൺസർ ചെയ്ത് അമേരിക്കൻ അനുകൂല സർക്കാരുകളെ പ്രതിഷ്ഠിക്കാൻ അമേരിക്ക വലിയ ശ്രമം നടത്തി. ഇതിനെയാണ് വർണ്ണ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജോർജിയയിൽ റഷ്യ ഇടപെട്ടത്, ഇപ്പോൾ ഉക്രൈനിൽ ഇടപെട്ടത്. ഇതെല്ലാം ഈ വർണ്ണ വിപ്ലവങ്ങളോടുള്ള റഷ്യയുടെ പ്രതിഷേധമായിരുന്നു. അതിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരാളാണ് സെലൻസ്കി. എന്ന് വെച്ചാൽ പാശ്ചാത്യ ബ്ലോക്കിൽ ചേർന്ന് നാറ്റോയിൽ അംഗത്വമെടുത്ത് റഷ്യയുടെ അതിർത്തിയിലേക്ക് നാറ്റോയുടെ വികസനം എത്തിക്കുക എന്നതാണ് സെലൻസ്കി ഉദ്ദേശിച്ചത്. അപ്പം റഷ്യയെ പോലുള്ള ഒരു വൻശക്തി ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. ഇപ്പോൾ ട്രംപ് എടുത്തിട്ടുള്ള നിലപാട് ഈ ഒരു അമേരിക്കയുടെ പോളിസിയിൽ നിന്ന് വർണ്ണ വിപ്ലവങ്ങൾ സ്പോൺസർ ചെയ്ത് റഷ്യയെ ചുറ്റി വളയുക എന്ന നയത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 100% ട്രംപിന്റെ നിലപാട് ആണ് ശരി. കാരണം ഒരു നെഗോഷിയേഷൻ ടേബിൾ തുല്യ ശക്തിയായി വാദിക്കാനുള്ള ഒന്നും സെലൻസ്കിയുടെ കയ്യിലില്ല. റഷ്യയെ പോലെയുള്ള ഒരു വൻശക്തിയുമായി യുദ്ധത്തിന് പോയി ആ രാജ്യത്തെ തച്ചു തകർത്തതിന്റെ ഉത്തരവാദിത്വം യാതൊരുവിധ രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഇല്ലാത്ത യുക്തിബോധമില്ലാത്ത സെലൻസ്കി എന്നയാളാണ്. അപ്പൊ നമ്മള് വലിയ തോതിൽ ദേശീയത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. യാഥാർത്ഥ്യങ്ങളെ ആധാരമാക്കി പ്രതികരിക്കുമ്പോഴാണ് ഒരാൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറുക. ഉക്രൈൻ എത്രയോ കാലമായി റഷ്യയുടെ ഭാഗമായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ സാംസ്കാരികമായിട്ടും സൈനികമായും തന്ത്രപരമായും അടുത്ത ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെല്ലാം ഒഴിവാക്കി ഒരു സുപ്രഭാതത്തിൽ റഷ്യയെ ശത്രുവായി പ്രഖ്യാപിച്ച് തങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വൻശക്തി രാഷ്ട്രത്തെ എതിർത്തുകൊണ്ട് അമേരിക്കയുടെ സുരക്ഷിതത്വം സ്വീകരിച്ച് നാറ്റോയിൽ അംഗമാകുകയും റഷ്യക്കെതിരായി നിലപാടെടുക്കുകയും ചെയ്യുക എന്ന ഏറ്റവും തെറ്റായ ഒരു യുക്തിബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവും എടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു സമീപനമാണ് സെലൻസ്കി സ്വീകരിച്ചത്. മാത്രവുമല്ല, അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പൂർണ്ണമായി പിന്തുണച്ചാലും റഷ്യക്കെതിരായിട്ടൊരു വിജയം നേടുവാനോ ക്രീമിയ അടക്കമുള്ള പ്രദേശങ്ങൾ റഷ്യയിൽ നിന്ന് തിരിച്ചു പിടിക്കാനോ സാധിക്കില്ല. അതൊരു വൻശക്തി രാഷ്ട്രമാണ്. നിർണായക ഘട്ടം വന്നാൽ റഷ്യ ആണവായുധമടക്കം പ്രയോഗിക്കും. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി സ്വന്തം രാജ്യത്തിൽ ഇതിനകം തന്നെ 60,000-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ആ യുദ്ധം ഏറ്റവും നേരത്തെ അവസാനിപ്പിക്കുക എന്നതായിരിക്കും സുബോധമുള്ള ഒരു ഭരണാധികാരി ചെയ്യുക. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1943 യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അതിലേക്ക് സ്റ്റാലിൻ കടന്നു വന്ന സമയത്ത് എല്ലാ രാഷ്ട്ര നേതാക്കളും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. എഴുന്നേറ്റ് നിൽക്കാത്ത ഒരേ ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു. എന്താ കാരണം? അമേരിക്ക ഒരു സൂപ്പർ പവറാണ്, റഷ്യയും ഒരു സൂപ്പർ പവറാണ്. മറ്റു രാജ്യങ്ങൾ അവരെ അംഗീകരിച്ചേ മതിയാവൂ. ഇപ്പോൾ നോക്കൂ, സെലൻസ്കിയുടെ കയ്യിൽ എന്താ ഉള്ള ആ രാജ്യത്തിന്റെ 20% റഷ്യയുടെ കയ്യിലായി. പൂർണ്ണമായിട്ടും അമേരിക്കയും യൂറോപ്പിനെയും ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യം. അപ്പോൾ പരമാവധി മറ്റു രാജ്യങ്ങളുമായി ഡിപ്ലോമാസിയുമായിട്ട് മാന്യമായി സംസാരിച്ച് ആ വിഷയം പരിഹരിക്കേണ്ടതിന് പകരം ഓവൽ ഓഫീസിൽ പോയി അവിടെ അമേരിക്കയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിന് ഡിപ്ലോമസി എന്തല്ല പറയുക. കാരണം ട്രംപിന് എന്തും സ്വീകരിക്കാൻ. ട്രംപ് വളരെ ശക്തമായ ഒരു അവസ്ഥയിലാണ്. ട്രംപിന് ഇപ്പൊ ആരെ പേടിക്കേണ്ടത്? ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് നിൽക്കാൻ അവർക്ക് സാമ്പത്തിക പ്രയാസമുണ്ട്, ഡിക്ലൈനിങ് സൂപ്പർ പവറാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നിലവിൽ ട്രംപിന് എന്താണ് പ്രശ്നമുള്ളത്? ട്രംപ് ഒരു അഗ്രീവ്ഡ് പാർട്ടിയെ അല്ല. അതേസമയം സെലൻസ്കി 100% അമേരിക്കയെയും യൂറോപ്പിനെയും ആശ്രയിച്ച് മാത്രമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് പോലും. ആ രാജ്യം പൂർണ്ണമായി റഷ്യ വിഴുങ്ങാതിരിക്കണമെങ്കിൽ ഗ്യാരണ്ടി ചെയ്യാൻ ഈ ലോകത്തിൽ കഴിയുന്ന ഏക രാജ്യം അമേരിക്കയാണ്.
അപ്പോൾ ആ അമേരിക്കയിൽ പോയിട്ടാണ് അദ്ദേഹം അവരെക്കെതിരായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും അത് യുക്തിഭദ്രമായ ഒരു നിലപാടായിരുന്നു. ചെറുത്തുനിൽപ്പിന്റെ സൂചനയായും കാണുന്നില്ലേ ശ്രീ PJ വിൻസെന്റ്? ഈ സംഭാഷണത്തിനിടയിലും കയറി വന്നു റഷ്യ 3 ദിവസത്തിനകം തകർത്ത് കളയും എന്ന് പറഞ്ഞ ആ സാഹചര്യമൊക്കെ ഈ സംഭാഷണത്തിനിടയിലും കയറി വന്നു. സെലൻസ്കി അത് ഓർമ്മിപ്പിച്ചു. ഞങ്ങളുടെ ചെറുത്തുനിൽപ്പ് എന്താണ് എന്നത് സൂചിപ്പിച്ചു. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അധിനിവേശം, അതിന് കീഴടങ്ങുക എന്നതിനേക്കാൾ അവർ വാല്യൂ ചെയ്യുന്നത് ചെറുത്തുനിൽപ്പിനാണ്. ആ ചെറുത്തുനിൽപ്പ് ലോകം കണ്ടതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ 3 വർഷമായുള്ള ചെറുത്തുനിൽപ്പ്. അതിൽ ഒരു വലിയ ഭാഗം സഹായം അമേരിക്കയുടെ ഭാഗത്തു നിന്നായിരുന്നു എന്നത് വ്യക്തമാണ്. എങ്കിൽ പോലും അമേരിക്കൻ താല്പര്യങ്ങളും റഷ്യയുടെ താല്പര്യങ്ങളും മാത്രം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമാധാന ഉടമ്പടി എന്ന് പറയുന്നത് ആ രാജ്യത്തെ സംബന്ധിച്ച് ആത്മഹത്യാപരമാകില്ലേ? ആ രാജ്യത്തെ സംബന്ധിച്ച് ആത്മഹത്യാപരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ പ്രതിരോധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും 16 ട്രില്യൺ ഇക്കണോമിയാണ് ലോകത്തിലെ യൂറോപ്യൻ യൂണിയൻ പുറത്തെടുത്ത ആ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയും അവർ കൊടുത്ത ആയുധങ്ങളും ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിരോധം മാത്രമാണ്. അതല്ലാതെ ഉക്രൈന് സ്വന്തമായി എന്തുണ്ട് കയ്യിൽ എന്നത് ആലോചിക്കണ്ടേ? അമേരിക്ക പിന്മാറുകയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെയുള്ള ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ പിൻവലിക്കുകയും ചെയ്താൽ ഒരു നിമിഷം പോലും ഉക്രൈന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഉക്രൈന്റെ പോരാട്ടത്തെ കുറച്ചു കാണുകയല്ല, ഒരു യാഥാർത്ഥ്യം. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പവർ റിലേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. യാഥാർത്ഥ്യത്തെ മാറ്റിവെച്ചുകൊണ്ട് വാചോടാപം നടത്തിയിട്ട് കാര്യമില്ല. ഇതേ കാര്യം തന്നെ 2002 അമേരിക്കൻ സൈന്യം ഇറാഖിൽ അധിനിവേശം നടത്തുന്ന സമയത്ത് സദാം ഹുസൈൻ പറഞ്ഞു, നഗരയുദ്ധത്തിലേക്ക് വരുമ്പോൾ അമേരിക്കൻ പട്ടാളക്കാരെ ഞങ്ങൾ മൂച്ചൂടും കൊന്നൊടുക്കെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവസാനം ഒരു എലിക്കുഞ്ഞിനെ പോലെ സദാം ഹുസൈനെ എടുത്ത് അറസ്റ്റ് ചെയ്ത് അവർ തൂക്കി കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ശാക്തിക ബലാബലം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ശക്തി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇതിൽ ഇടപെടാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പടകാളി ചങ്കിരി പോക്കിരി എന്ന് പറയുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതല്ല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ കാണിക്കേണ്ട ഡിപ്ലോമസി. ഉക്രൈൻ ഇന്ന് 20% ടെറിട്ടറി റഷ്യക്ക് മുന്നിൽ നഷ്ടപ്പെട്ട് അവരുടെ ഫർദർ ഏരിയ റഷ്യ പിടിച്ചെടുക്കുന്നതിന് ഒരു ഗ്യാരണ്ടിയും ആർക്കും നൽകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ തന്നെ 20% റഷ്യയുടെ കയ്യിലായി. ബാക്കി പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കാതിരിക്കാൻ ഗ്യാരണ്ടി നൽകാൻ പറ്റുന്ന ഏക രാജ്യം അമേരിക്കയാണ്. ഇനി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സമ്പൂർണ്ണമായി പിന്തുണ നൽകിയിട്ടും ഉക്രൈൻ 20% ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരു ഭരണാധികാരി പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ഇമോഷണൽ ആണെന്നേ അർത്ഥമുള്ളൂ. തന്റെ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് താൽക്കാലിക ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. 1ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ എങ്ങനെയാണ് പിൻവാങ്ങിയത്? ആ രാജ്യത്തിന്റെ 20% വരുന്ന പ്രദേശങ്ങളും മുഴുവനും അടിയറ വെച്ച് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കടകരമായ ഒരു ട്രീറ്റിയിൽ ഒപ്പിട്ടിട്ടാണ് വിപ്ലവാനന്തരം 1917 വിപ്ലവാനന്തരം റഷ്യ 1ാം ലോക മഹായുദ്ധത്തിൽ പിന്മാറുന്നത്. അത് എന്തുകൊണ്ടാണ്? അതല്ലാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. റഷ്യ വളരെ പതറ്റിക് ആയിട്ടുള്ള സൈനികമായും സാമ്പത്തികമായും തകർച്ചയുടെ പടുകുഴിയിലായിരുന്നു. ഒരു നിമിഷം യുദ്ധം ചെയ്യാൻ പറ്റില്ല. യുദ്ധമുഖത്ത് റഷ്യൻ പട്ടാളക്കാർ പാറ്റകളെ പോലെ വീണ് മരിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ മാർഗമില്ല. ഇത് സമാനമായ ഇതേ സാഹചര്യത്തിലൂടെ കടന്നുപോയ റഷ്യ 1917 വിപ്ലവാനന്തരം എങ്ങനെയാണ് സഖ്യശക്തികളുമായിട്ട് വെടിനിർത്തൽ കരാറുണ്ടാക്കി യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയത്? അപ്പോൾ ഒരു വസ്തുനിഷ്ഠ സാഹചര്യമാണ് വൻശക്തി രാജ്യങ്ങളാണെങ്കിലും ചെറിയ രാജ്യങ്ങളാണെങ്കിലും അവരുടെ നയങ്ങളെ നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യേണ്ടത്. സെലൻസ്കിയുടെ കാര്യത്തിൽ എന്താണ് ഉക്രൈന്റെ കയ്യിലുള്ളതെന്ന് പോലും അറിയാതെ കുറച്ച് ആവേശമല്ലാണ്ട് വേറൊന്നും അയാളുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ആവേശം കൊണ്ട് ആ രാജ്യം ഇനിയും തകർന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അടിയന്തരമായ ആവശ്യമാണ്. അത് റഷ്യയേക്കാൾ അധികം അത് ഉക്രൈന്റെ ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം
ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധത്തിൽ റഷ്യയുടെ ചൈന ആശ്രിതത്വം സമ്പൂർണ്ണമാണ് ഈ യുദ്ധം മൂലം. കാരണം പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയും പൂർണ്ണമായി പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചൈനയെ ആശ്രയിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ലോകത്തിലെ 2 വൻശക്തി രാഷ്ട്രങ്ങൾ, ഒന്ന് ഇക്കണോമിക് സൂപ്പർ പവറാണ്, മറ്റൊന്ന് മിലിറ്ററി സൂപ്പർ പവറാണ്. ഈ റഷ്യയും ചൈനയും ഒന്നിക്കുന്ന സാഹചര്യം പാശ്ചാത്യ ശക്തികൾക്കും അമേരിക്കയ്ക്കും വളരെ അപകടകരമാണ്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ താല്പര്യവും യൂറോപ്യൻ മേഖലയുടെ താല്പര്യവുമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അവര് പ്രായോഗികമായ ഒരു നിലപാടാണ് ട്രംപ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ആ നിലപാടിനോട് യൂറോപ്യൻ രാജ്യങ്ങളും ഐക്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം റഷ്യയും ചൈനയും ചേർന്നിട്ടുള്ള ഒരു ഐക്യമുന്നൽ രൂപപ്പെടുന്നത് ഇന്നത്തെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ അമേരിക്കൻ അധിനിവേശത്തിന് അമേരിക്കയുടെ ആധിപത്യത്തിന് കടുത്ത വെല്ലുവിളിയായിരിക്കും. അത് സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഹെജിമണിക്കും രാഷ്ട്രീയമായ അവരുടെ ഹെജിമണിക്കും വലിയ വെല്ലുവിളിയായിരിക്കും. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നത് കൊണ്ട് പ്രായോഗികമായ നിലപാടേ ട്രംപ് സ്വീകരിക്കുള്ളൂ. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുവാനും തന്റെ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുവാനും സെലൻസ്കി കഴിഞ്ഞില്ല. അവിടെ ഒരു അമേരിക്കയോ അല്ലെങ്കിൽ അവരുടെ വൈസ് പ്രസിഡന്റിനോ അവർക്ക് ധൈര്യമായിട്ട് സംസാരിക്കാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമേ അല്ല. 80 ബില്യൺ അമേരിക്കൻ ഡോളർ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് തിരിച്ചു വേണമെന്ന് ട്രംപ് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ മുൻനിർത്തി വളരെ വേഗത്തിൽ ഒരു സമാധാന ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കുക. ആ നെഗോഷിയേഷൻ ടേബിളിൽ പരമാവധി ഉക്രൈൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ഈ സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുക. ഇപ്പൊ ഒരൊറ്റ എക്സാമ്പിളോട് പറയാം. 1972 സിംല പാക്ട് ഒപ്പിട്ട സമയത്ത് ഇന്ത്യ 71 യുദ്ധവിജയം നേടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ 72 പാക്ട് ഒപ്പിട്ടതിന് ശേഷം സുൽഫിക്കർ അലി ഭൂട്ടോ പറഞ്ഞത് യുദ്ധം ഇന്ത്യ ജയിച്ചു, പക്ഷേ ഡിപ്ലോമാറ്റിക് ടേബിളിൽ ഞങ്ങൾ ജയിച്ചു എന്നുള്ളതാണ്. ഒരു പരിധി വരെ പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ അവർക്ക് സംരക്ഷിക്കാൻ പറ്റും. കാരണം ഈ കാശ്മീർ വിഷയം അടക്കം ഉയർത്താതിരിക്കാനുള്ള ഡിപ്ലോമാറ്റിക് ഇടപെടൽ അവർ നടത്തി. ഇന്ത്യ പറയുകയാണ് 1 ലക്ഷത്തോളം പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യൻ തടവുകാരുണ്ട്, നിങ്ങൾ കാശ്മീരിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയാലേ ഇവരെ വിട്ടുതരികയുള്ളൂ എന്നൊക്കെയുള്ള ചില നിലപാടുകൾ സ്വീകരിക്കാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവാത്ത വിധത്തിൽ ഡിപ്ലോമാറ്റിക്കായി ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലാതെ ഒരു കരാറിൽ ഒപ്പിടാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഡിപ്ലോമാറ്റിക് ടേബിളിൽ വിജയിച്ചു എന്നുള്ളത്. അതെന്തായാലും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കൻ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് ഡിപ്ലോമാറ്റിക് ടേബിളിൽ ആ യുദ്ധം അവസാനിപ്പിക്കുവാനും പരമാവധി പരിക്കുകളില്ലാതെ തന്റെ രാജ്യത്തെ രക്ഷപ്പെടുത്താനും ശ്രമിക്കുന്നതിന് പകരം ആവേശ തിരയിളക്കം നടത്തി തന്റെ സ്വന്തം ജനങ്ങളെ വീണ്ടും യുദ്ധത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് സെലൻസ്കി സ്വീകരിച്ചത്. അത് തിരുത്തിയില്ലെങ്കിൽ സെലൻസ്കിക്കും ഉക്രൈനും നാശമായിരിക്കുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല. ശരി, എന്താണ് ട്രംപിന്റെ